ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിത് ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ബീഫ് മേടിച്ച് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ഞാൻ ഒരു 1/2 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു ചുള്ള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 സവാള. ചെറിയ രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കഴുകാൻ വേണ്ടിയിട്ട് നമ്മളിത് പാത്രത്തിലോട്ടിട്ടുണ്ട് കേട്ടോ. 3 തവണ ഇതുപോലെ നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട്, അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വൃത്തിയായിട്ടുണ്ട്. ഒരു തവണ ഇത് നന്നായിട്ട് കഴുകി വെള്ളം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം സാധനങ്ങളെന്ന് വെച്ചാൽ മല്ലി, പുതിന, അതുപോലെ തന്നെ ഒരു തക്കാളി, 2 പച്ചമുളക് കേട്ടോ. ഇത്രയും മതി. അപ്പോൾ ഇതിവിടെ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. കാരണം അത് ഉച്ചയ്ക്ക് നമ്മൾ ചോറിലേക്ക് കറിയായിട്ട് എടുക്കാനായിട്ട് അതിൻ്റെ ഗ്രേവി നമുക്ക് ഉണ്ടാക്കാം. നമ്മളത് കുക്കറിലേക്ക് ബീഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. നമ്മളത് ഗ്രേവിയും കൂടിയിട്ട് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ എടുക്കുന്നത്. മുളകും പൊടി 1.5 ടീസ്പൂൺ മുളകും പൊടി കേട്ടോ. ഒരു ടീസ്പൂണ് ഉപ്പ്. വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ തക്കാളി, സവാള, ഒരു ചുള വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി തിരുമ്മി പിടിപ്പിക്കണം മസാലകളൊക്കെ. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ വേണം ബീഫ് വേവിക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളം ബീഫിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു 6 മുതൽ 8 വിസിൽ വരെ അടുപ്പിക്കുക. അപ്പോൾ നമുക്ക് നല്ല വെന്ത ബീഫ് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കത് ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രൈ ആക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മളിത് വേവിച്ച ബീഫ് കറി മാറ്റി പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഗ്ലാസ് കത്തിക്കണം. അതുപോലെ തന്നെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കിട്ടും. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്താണ് അതിട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇറക്കി കൊടുക്കാം. അല്പം നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഉള്ളി ഇവിടെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്
ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ മസാല ഇട്ടിട്ടുണ്ടാകുന്നില്ല. ഇത് നമ്മൾ നമ്മളേതായ രീതിയിൽ പൊടിച്ച് വെച്ച മസാലയാണ് കേട്ടോ. നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി, നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ ബീഫ് ഇരുന്ന് ഫ്രൈ ആയിക്കോളും. നമ്മുടെ ബീഫ് ഫ്രൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ആവി പറക്കണ ബീഫ് ഫ്രൈക്ക് വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ ലേശം മല്ലിയില. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.